ഇതേ ആരോപണം ഇതിൽ ഗുരുതര ക്രമക്കേടെന്ന പരാതിയുമായി കോൺഗ്രസും രംഗത്തെത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടു. ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വ്യാജരേഖ ചമച്ചാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്നാണ് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ആരോപിക്കുന്നത്. JDS നേതാക്കളായ ബെന്നി മുനിയലി, സാബു ജോർജ്, അഡ്വക്കേറ്റ് മുരുകദാസ് എന്നിവരാണ് അഴിമതിക്ക് പിന്നിലെന്നും ആരോപിക്കുന്നു കോൺഗ്രസ്. ഹൈഡൽ ടൂറിസത്തിന്റെ ബൈലോ ലംഘിച്ചാണ് ഡയറക്ടറെ നിയമിച്ചതെന്നും ആരോപണമുയരുന്നു. അഴിമതിയിൽ ഊർജ്ജ ടൂറിസം വ്യവസായ വകുപ്പ് മന്ത്രിമാർ മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എക്സ്പീരിയൻസ് ഏത് കമ്പനി ടെൻഡർ കൊടുക്കുമ്പോഴും 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടും. എന്നാൽ ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്ക് അത് രജിസ്റ്റർ ചെയ്ത് 1 മാസത്തിനകം ഈ ടെൻഡർ മുഴുവൻ നൽകിയിരിക്കും. അഷ്റഫും ബെന്നി മുനേലി, സാബു ജോർജ് എന്നിവരും ഇതിൽ അറിയാത്ത ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രിയുടെ സന്തത സഹചാരിയായ KCB ഡയറക്ടറായ അഡ്വക്കേറ്റ് V മുരുകദാസും കൂടെ ചേർന്നുള്ള ഒരു കറക്ക് കമ്പനിയാണ് ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനി. ആ കമ്പനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാതെ പുതിയ ടെൻഡർ മുഴുവൻ നൽകിയിരിക്കുകയാണ്. അത് വലിയ ഒരു അഴിമതിക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഇക്ബാൽ, നേരത്തെ TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു, ഇതുമായി ഈ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത, പെരിയാർ വാട്ടർ സ്പോർട്സുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ഇതിന്റെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു. JDSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ CH അഷ്റഫ് എന്ന വാർത്ത പ്രസാദ് അതിന്റെ തെളിവ് സഹിതം പുറത്തുവിടുകയായിരുന്നു. ഇപ്പോഴിതാ ഈ കമ്പനി തന്നെ വ്യാജരേഖ ചമച്ചാണ് ടെൻഡറിൽ പങ്കെടുത്തത് എന്നാണല്ലോ കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് വിനീത, കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത് നേരത്തെ ഈ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്നത് പെരിയാർ വാട്ടർ സ്പോർട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇത്തരത്തിൽ ടെൻഡർ അനർഹമായി നേടിയെടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായി ഉയർത്തുന്ന ഒരു പരാതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് ഈ ടെൻഡർ നേടിയതിനു പിന്നിൽ ജനതാദളിന്റെ നേതാക്കൾക്ക് പങ്കുണ്ട്, ഈ അഴിമതിക്ക് കൂട്ടുന്നത് ജനതാദളിന്റെ നേതാക്കളാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പാലക്കാട് DCCയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള സുമേഷ് അച്യുതൻ ഇപ്പോൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. ബെന്നി മുനേലി, സാബു ജോർജ്, അതുപോലെ തന്നെ KCBയുടെ ഡയറക്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് V മുരുകദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് സുമേഷ് അച്യുതൻ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറായി ഈ നരേന്ദ്രനാഥ് വേലൂരിയെ എത്തിക്കുന്നതിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കൃത്യമായി ബൈലോ പാലിച്ചല്ല ഈ ഡയറക്ടറുടെ നിയമനം നടന്നിട്ടുള്ളത്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള ഡയറക്ടറുടെ നിയമനം നടത്തിയതുൾപ്പെടെ ഇത്തരത്തിൽ അഴിമതികൾ നടത്താൻ വേണ്ടിയാണ്, വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ടെൻഡറുകൾ നൽകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഈ ബെന്നി മുനേലിയും സാബു ജോർജും അഡ്വക്കേറ്റ് മുരുകദാസും എല്ലാം വിവിധ കോർപ്പറേഷനുകളുടെ അല്ലെങ്കിൽ ബോർഡുകളുടെ എല്ലാം ഡയറക്ടർമാരായോ അല്ലെങ്കിൽ ചെയർമാൻമാരായോ എല്ലാം പ്രവർത്തിക്കുന്ന ആളുകളാണ്, ജനതാദളിന്റെ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും മറുപടി പറയണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മാത്രമല്ല ഈ വിഷയത്തിൽ V മുരുകദാസ് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ജനതാദളിന്റെ നേതാവാണ്. ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള മുരുകദാസ് പറയുന്നത് തങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല, തൻ്റെ പേരിൽ തനിക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പങ്കുമില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് V മുരുകദാസ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറയുകയും ചെയ്തിട്ടുള്ളത്. തൻ്റെ പേരിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവ് കോൺഗ്രസ് ഹാജരാക്കണം. തനിക്ക് ന്യൂ പെരിയാർ സ്പോർട്സ് ലിമിറ്റഡ് കമ്പനിയുമായി യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല എന്നാണ് മുരുകദാസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വിനീത, ശരി, വ്യക്തമാണ്. വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണ് മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്കറിയണം. ഇക്ബാൽ അറക്കലും TV പ്രസാദും വിവരങ്ങൾ നൽകിയായിരുന്നു.